ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ച ലോജിക്കിനെ കുറിച്ചാണ്. പ്രപ്പോസിഷൻ ലോജിക്ക്, പ്രെഡിക്കേറ്റ് ലോജിക്ക് പഠിച്ചു. അതിൻ്റെ സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ് പഠിച്ചു. ദെൻ നമ്മൾ ടോട്ടോളജി, കോൺട്രാഡിക്ഷൻ, കണ്ടിൻജൻസി പഠിച്ചു. പ്രൂവ് ചെയ്യാൻ പഠിച്ചു. ദെൻ നോർമൽ ഫോംസ് ആണ് നമ്മൾ പഠിച്ചു നിർത്തിയത് അല്ലേ. ദെൻ നോർമൽ ഫോംസ് പറഞ്ഞു. ദെൻ പ്രെഡിക്കേറ്റ് കാൽക്കുലസ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ് വെച്ചിട്ടാണ് നിർത്തിയത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വെൽ ഫോംഡ് ഫോമുലാസ്. എന്താണ് പ്രപ്പോസിഷണൽ ലോജിക്കിൽ ഒരു വെൽ ഫോംഡ് ഫോമുല എന്ന് പറയുന്നത്? സിംഗിൾ ഫോമുല that is transferred to a compound formula by using logical connectives is called a well formed formula എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പ്രെഡിക്കേറ്റ് കാൽക്കുലസിലെ വെൽ ഫോംഡ് ഫോമുല എന്ന് പറയുന്നത്? വെൽ ഫോംഡ് ഫോമുലയെ നമുക്ക് റിക്കേഴ്സീവായിട്ട് പ്രെഡിക്കേറ്റ് കാൽക്കുലസിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ആൻ അറ്റോമിക് ഫോമുല ഈസ് എ വെൽ ഫോംഡ് ഫോമുല എന്ന് പറയാം. ഒരു അറ്റോമിക് ഫോമുലയെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു വെൽ ഫോംഡ് ഫോമുല എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇഫ് പി ആൻഡ് ക്യു ആർ വെൽ ഫോംഡ് ഫോമുലാസ് ആണെന്നുണ്ടെങ്കിൽ നെഗേഷൻ പി ഇൻ്റർസെക്ഷൻ ക്യൂ, പി ഓർ ക്യൂ, പി ഇംപ്ലൈസ് ക്യൂ, പി ഇഫ് ക്യൂ, അതുപോലെ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് എല്ലാം എന്തായിരിക്കും? വെൽ ഫോംഡ് ഫോമുലാസ് ആയിരിക്കും. അപ്പോൾ എന്താ പറഞ്ഞത്? ഒരു അറ്റോമിക് ഫോമുല എന്ന് പറയുന്നത് വെൽ ഫോംഡ് ഫോമുലയാണ്. പിയും ക്യൂവും ഒരു വെൽ ഫോംഡ് ഫോമുലാസ് ആണെന്നുണ്ടെങ്കിൽ നെഗേഷൻ പി ഇൻ്റർസെക്ഷൻ ക്യൂ, പി ഓർ ക്യൂ, പി ഇംപ്ലൈസ് ക്യൂ, പി ഇഫ് ക്യൂ, ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് എല്ലാം എന്താണ്? ആർ well defined well formed formulas ആണ്. സോ എക്സാമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ആർ നോട്ട് വെൽ ഫോംഡ് ഫോമുലാസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഫോർ ഓൾ പി ഓഫ് എക്സ്, മാൻ ഓഫ് നെഗേഷൻ മാർക്കസ്, ഫാദർ ഓഫ് ക്യൂ ഓഫ് എക്സ്, അങ്ങനെയൊക്കെ തന്നിരുന്നാൽ അതെന്തല്ല? വെൽ ഫോംഡ് ഫോമുലാസ് അല്ല. ഓക്കെ, നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് എ ക്വാണ്ടിഫയർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫോമുല ടു വിച്ച് ദ ക്വാണ്ടിഫയർ അപ്ലൈസ്. നമ്മൾ ക്വാണ്ടിഫയർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദറ്റ് ഇസ് കോൾഡ് സ്കോപ്പ് ഓഫ് എ ക്വാണ്ടിഫയർ എന്ന് പറയാം. ആൻഡ് occurrence ഓഫ് എ വേരിയബിൾ ഇൻ എ ഫോമുല ഈസ് ബൗണ്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ occurrence ഓഫ് ദ വേരിയബിൾ ഈസ് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ദ ക്വാണ്ടിഫയർ. അതായത് ക്വാണ്ടിഫയറിൻ്റെ സ്കോപ്പിന് അകത്താണ് ഒരു വേരിയബിൾ തന്നിരിക്കുന്ന വേരിയബിളിൻ്റെ ഒക്കറൻസ് ഒന്നുണ്ടെങ്കിൽ ദറ്റ് എന്താണ്? അത് എന്താണ്? ആ ഫോമുല എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൗണ്ടഡ് ഫോമുല ആണെന്ന് പറയാം. അതർവൈസ് ഇറ്റ് ഈസ് കാൾഡ് ഫ്രീ വേരിയബിൾ. അതർവൈസ് അതിനെ എന്താ പറയുന്നത്? ഫ്രീ വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് വെൽ ഫോംഡ് ഫോമുലാസ്. അപ്പോൾ നമുക്ക് നോക്കാം പ്രോപ്പർട്ടീസ് ഓഫ് വെൽ ഫോംഡ് ഫോമുലാസ് എന്താണ്. ഫസ്റ്റ് വൺ ഇൻ്റർപ്രിട്ടേഷൻ. പ്രോപ്പർട്ടീസിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ആണ്. സെക്കൻഡ് വൺ വാലിഡിറ്റി, തേർഡ് വൺ സാറ്റിസ്ഫയബിലിറ്റി, ഫോർത്ത് വൺ ലോജിക്കൽ കോൺസിക്വൻസസ്, ഫിഫ്ത്ത് വൺ ഇക്വാലിറ്റി. ഇങ്ങനെ 5 പ്രോപ്പർട്ടീസാണ് വെൽ ഫോംഡ് ഫോമുലാസിന് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്? ഇൻ്റർപ്രിട്ടേഷനിൽ പറയുന്നത് വെച്ചാൽ ഇഫ് ദ വാല്യൂ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഈസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഈസ് കാൾഡ് ദ മോഡൽ ഓഫ് ദ വെൽ ഫോംഡ് ഫോമുല. ഇപ്പം നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ട്രൂ, കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എന്താണ്? മോഡൽ ഓഫ് ദ വെൽ ഫോംഡ് ഫോമുല എന്ന് പറയാം. അപ്പോൾ ആൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എ ഫോമുല ഇൻ പ്രെഡിക്കേറ്റ് ലോജിക് കൺസിസ്റ്റ് ഓഫ് നോൺ എംപ്റ്റി ഡൊമൈൻ ഡി ആൻഡ് അസൈൻമെൻറ്റ് ഓഫ് വാല്യൂസ് ടു ഈച്ച് കോൺസ്റ്റന്റ്, ഫംഗ്ഷൻ സിമ്പിൾ ആൻഡ് പ്രെഡിക്കേറ്റ് സിമ്പിൾ ഇൻ ഇറ്റ്. അപ്പോൾ ഒരു എന്താ പ്രെഡിക്കേറ്റ് ലോജിക്കിലെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എ ഫോമുല എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിനകത്ത് അസൈൻമെൻറ്റ് വാല്യൂസ് കാണും, ഫംഗ്ഷൻ സിമ്പിൾസ് കാണും, പ്രെഡിക്കേറ്റ് സിമ്പിൾസ് കാണും. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അതിനെ അത് എന്താണ്? ഇങ്ങനെയായിരിക്കും വരുന്നത് ആ പ്രെഡിക്കേറ്റ് ലോജിക്കിൽ. ഫസ്റ്റ് വൺ, ടു ഈച്ച് കോൺസ്റ്റന്റ് വേരിയബിൾ വി അസൈൻ ആൻ എലമെൻറ്റ് ഇൻ ഡി. അതായത് ഡൊമൈനിലുള്ള ഓരോ കോൺസ്റ്റന്റും വേരിയബിളിനും നമുക്കൊരു എലമെൻറ്റിനെ എന്ത് ചെയ്യണം? അസൈൻ ചെയ്യണം. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ ടു ഈച്ച് എൻആർഇ ഫംഗ്ഷൻ സിമ്പിൾ വി അസൈൻ മാപ്പിംഗ് ഫ്രം ഡി ടു ഡി. അതായത് എൻആർഇ, അതായത് നമ്പർ ഓഫ് എലമെൻസിനെ അതർ നമ്പർ ഓഫ് എലമെൻസിലോട്ട് മാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി അസൈൻ മാപ്പിംഗ് ഫ്രം ഡൊമൈൻ ടു ഡൊമൈൻ മാപ്പിങ്ങിനകത്ത് പോസിബിൾ ആണ്. അതുപോലെ ടു ഈച്ച് എനറി പ്രെഡിക്കേറ്റ് സിമ്പിൾ വി അസൈൻ മാപ്പിംഗ് ഫ്രം ഡി ടു ട്രൂ ഓർ ഫാൾസ്. ട്രൂ ഓർ ഫാൾസിലേക്ക് എന്താണ്? നമുക്ക് മാപ്പിംഗ് പോസിബിൾ ആണ്. ഓക്കെ, അതായത് കൺസിഡർ ദ വെൽ ഫോംഡ് ഫോമുല ഫോർ ഓൾ എക്സ് ദർ എക്സിസ്റ്റ് വൈ പി ഓഫ് എക്സ് വൈ. അപ്പോൾ എന്താണ്? എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും എന്താണ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും അതിനകത്ത് തന്നിട്ടുണ്ട്. പിന്നെ അതെന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നു? പി ഓഫ് എക്സ് വൈയിലേക്ക് മാപ്പ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ വാലിഡിറ്റി. വാലിഡിറ്റിയിൽ പറയുന്നത് വെച്ചാൽ എ വെൽ ഫോംഡ് ഫോമുല ഈസ് സെഡ് ടു ബി വാലിഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻ്റർപ്രിട്ടേഷനിലും ഇതിൻ്റെ വാല്യൂസ്, ട്രൂത്ത് വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ട്രൂ ആയിരിക്കണം. സോ ഇറ്റ് ഇസ് കാൾഡ് വാലിഡിറ്റി ഓഫ് എ ഫോമുല. ഇഫ് വാലിഡ് ഗ്രൗണ്ട് വെൽ ഫോംഡ് ഫോമുലാസിന് എന്താ പറയുന്നത്? നമ്മൾ വാലിഡ് ഫോമുലയെ എന്താ പറയുന്നത്? വാലിഡ് ഫോമുല അല്ലെങ്കിൽ ടോട്ടോളജി എന്ന് പറയാം. അപ്പോൾ എല്ലാ ഇൻ്റർപ്രിട്ടേഷനിലും അതിൻ്റെ വാല്യൂസ് എന്തായിരിക്കണം? ട്രൂ ആയിരിക്കണം. ദെൻ തേർഡ് വൺ എന്ന് വെച്ചാൽ സാറ്റിസ്ഫയബിലിറ്റി. എ വെൽ ഫോംഡ് ഫോമുല വിച്ച് ഇസ് ട്രൂ
true for some interpretation is satisfiable, and well-formed formula which is false under every interpretation is said to be unsatisfiable. അതായത് ചില ഇൻ്റർപ്രിട്ടേഷനിൽ വെൽഫോംഡ് ഫോമുല എന്ന് പറയുന്നത് സാറ്റിസ്ഫൈബിൾ ആയിരിക്കും, ആൻഡ് ചില ഇൻ്റർപ്രിട്ടേഷനിൽ എന്തായിരിക്കും, അൺസാറ്റിസ്ഫൈബിൾ ആയിരിക്കും. വാലിഡ് വെൽഫോംഡ് ഫോമുല ഈസ് സാറ്റിസ്ഫൈബിളും അൺവാലിഡ് അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻറ്റ് വെൽഫോംഡ് ഫോമുല എന്ന് പറയുന്നത് എന്തായിരിക്കും, അൺസാറ്റിസ്ഫൈബിളും ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ ഫോർത്ത് വൺ, ലോജിക്കൽ കോൺസിക്വൻസസ്. ലോജിക്കൽ കോൺസിക്വൻസസിൽ പറയുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഗിവൺ ഫോമുലാസ് W1 W2 എക്സെട്ര WN എന്ന് പറഞ്ഞ ഫോമുലാസ് വന്നിട്ടുണ്ടെങ്കിൽ ആൻഡ് ഫോമുല G വിച്ച് ഇസ് എ ലോജിക്കൽ കോൺസിക്വൻസ് ഓഫ് W1 W2 എക്സെട്ര WN എന്ന് പറയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ G ലോജിക്കലി ഫോളോസ് ഫ്രം W1 W2 എക്സെട്ര WN ആണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫോർ എനി ഇൻ്റർപ്രിട്ടേഷൻ one in which W1 intersection W2 intersection etc intersection WN is true. അപ്പോൾ ഏത് ഇൻ്റർപ്രിട്ടേഷൻ, വണ്ണിൻ്റെ ഏത് ഇൻ്റർപ്രിട്ടേഷൻ എടുത്താലും W1 intersection W2 intersection അതെന്ന് പറയുന്നത് എന്തായിരിക്കണം, ട്രൂ ആയിരിക്കണം. അതുകൊണ്ട് ജിയും എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അതുപോലെ ഈ W1 W2 എക്സെട്ര WN എന്താ പറയുന്നത്, ആക്സയോംസ് അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ്സ് ഓഫ് ജി എന്ന് പറയാം. ആക്സയോംസ് അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ് ഓഫ് ജി എന്ന് പറയാൻ പറ്റും. ഇതാണ് ലോജിക്കൽ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ എന്ന് വെച്ചാൽ ഇക്വാലിറ്റി. ഇക്വാലിറ്റിയിൽ പറയുന്നത് വെച്ചാൽ ഇഫ് ദ ട്രൂത്ത് വാല്യൂ ഓഫ് ദ ടു വെൽ ഫോംഡ് ഫോമുലാസ് ആർ സെയിം റിഗാർഡ്ലെസ് ഓഫ് ദ ഇൻ്റർപ്രിട്ടേഷൻസ് വി സേ ദീസ് വെൽ ഫോംഡ് ഫോമുലാസ് ആർ ഈക്വലൻറ്റ്. അതായത് രണ്ട് വെൽഫോംഡ് ഫോമുലാസ് എടുത്താൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂസ് സെയിം ആണെന്നുണ്ടെങ്കിൽ വി സേ ദാറ്റ് വെൽഫോംഡ് ഫോമുലാസ് ആർ എന്താണ്, ഈക്വലൻ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് വെച്ചാൽ ഈക്വലൻ്റ് ലോജിക്കൽ എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഡബിൾ നെഗേഷൻ ഓഫ് നെഗേഷൻ W എന്ന് പറയുന്നത് എന്തായിരിക്കും, W ആയിരിക്കും. അതുപോലെ W1 ഇൻ്റർസെക്ഷൻ W2 എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചെഴുതാം W2 ഇൻ്റർസെക്ഷൻ W1 കമ്മ്യൂണിറ്റേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട്. അതുപോലെ അസോസിയേറ്റിവിറ്റി വെച്ചിട്ട് W1 ഓർ W2 ഓർ W3 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, W1 ഓർ W2 ഓർ W3 എന്ന് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് എഴുതാൻ പറ്റും. ദെൻ ഡിസ്ട്രിബ്യൂട്ടിവിറ്റി എന്നെങ്കിലോ W1 ഓർ W2 ഇൻ്റർസെക്ഷൻ W3 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, W1 ഓർ W2 ഇൻ്റർസെക്ഷൻ W1 ഓർ W3 എന്ന് എഴുതാൻ പറ്റും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്. അതുപോലെ ഡി മോർഗൻസ് ലോ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെന്താണ്, ഫോർ ഓൾ എക്സ് എന്താണ് WFX എങ്ങനെ കാണുന്നതെന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇക്വലൻ്റ് ലോജിക്കൽ എക്സ്പ്രഷൻസ് പഠിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, വെൽഫോംഡ് ഫോമുല എന്താണെന്ന് പറഞ്ഞു. പ്രെഡിക്കേറ്റ് കാൽക്കുലസിലെ വെൽഫോംഡ് ഫോമുല എന്ന് പറയുന്നത് ആറ്റോമിക് ഫോമുലാസിനെ വെൽഫോംഡ് ഫോമുല എന്ന് പറയാം. പിന്നെ എങ്ങനെയൊക്കെ ടേംസ് വന്നിരുന്നാൽ വെൽഫോംഡ് ഫോമുല ആണെന്ന് പറഞ്ഞു. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് വെൽഫോംഡ് ഫോമുലയാണ് പറഞ്ഞത്. അടുത്തതായിട്ട് എന്തൊക്കെയായിരുന്നു, ഇൻ്റർപ്രിട്ടേഷൻ, വാലിഡിറ്റി, സാറ്റിസ്ഫയബിലിറ്റി, ലോജിക്കൽ കോൺസിക്വൻസസ് ആൻഡ് ഇക്വാലിറ്റി. ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ വെൽ ഫോംഡ് formula. Okay, thank you students.